ഹായ്, നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രത്തിനകത്തേക്ക് കുരുമുളക് പൊടി ഉപ്പും ആദ്യം ഇട്ട് വെച്ചേക്കുക. മിക്സി എടുക്കുക. അതിൻ്റെ ജാറിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, ഇത് രണ്ടും ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയാലും ഉപ്പ് കൂടുന്ന പോലെ തന്നെ എരിവും കൂടാറുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്പാണ്. അപ്പോൾ കളറും കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പം എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ഇച്ചിരി മുന്നോട്ടാണ് നിൽക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ആ ഫിഷിൽ നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫിഷിൽ പിടിച്ചോളും. പെട്ടെന്നൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ എനിക്ക് കൈക്കണക്കൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. കാരണം അമ്മ നമുക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ കണക്കിനല്ലേ പറഞ്ഞിരുന്നത്, ഈ ടീസ്പൂൺ അളവ് വരത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് ബെസ്റ്റ് നമ്മുടെ ഷാൻജിയ ചേട്ടനാണ്. പുള്ളിയുടെയൊക്കെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അളവ് വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് അളവ് പറഞ്ഞു തരാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് കേട്ടോ. നമ്മുടേതായിട്ടുള്ള ഒരു അളവിന് എടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടി വെച്ചേക്കുക. ഒരു പാത്രം വെച്ചിട്ട് മൂടിയാൽ മതിയായിരുന്നു. ഇവിടെ ക്ലിംഗ് റാപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ടിങ്ങനെ മൂടി വെച്ചത്. കുറച്ച് നേരം അങ്ങ് മാരിനേറ്റ് ചെയ്യാനായിട്ട് അങ്ങ് വെച്ചേക്കുക. അതെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്ന്. ഒരു പാൻ എടുക്കുക. പാനിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട്, ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ ഓർമ്മയായി, ഞാൻ ഇതിനകത്തൊരു ഇച്ചിരി പെരുംജീരകം ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. നമ്മുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും. ഇത് ഭയങ്കര വലിയ പാടാണെന്നൊന്നും ഞാൻ പറയണമൊന്നുമില്ല, പക്ഷെ എളുപ്പമല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഓരോ ഫിഷ് അതിനകത്തേക്ക് എടുത്തിടുക. ആദ്യം കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് വയ്ക്കും തീ, കാരണം കരിഞ്ഞു പോകുന്ന പേടിയായതുകൊണ്ട്. ഒരു പ്രാവശ്യം പോരാളി ഏൽപ്പിച്ച ഒരു അയല മീൻ ഞാനൊന്ന് കരിമീനാക്കിയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ തളർന്നില്ല എന്നല്ല, അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു പിള്ളേർ കുക്ക് ചെയ്യാൻ പഠിക്കണമെന്നുള്ളത്. അങ്ങനെ ബേസിക്കൊക്കെ അറിയായിരുന്നു, എന്നാലും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് പാത്രം കഴുകലും വീട്ടിൽ ക്ലീനിങ്ങും ആ പണിയൊക്കെ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ അവർ രണ്ടുപേരും നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. അവരായിരുന്നു എപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവർ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അടുക്കള കയറത്തുള്ളായിരുന്നു. അപ്പോൾ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ശരിയാവും. അപ്പോൾ ബൈ.